വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രധാനമന്ത്രിമാരെ കുറിച്ച് പഠിക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ കുറിച്ച് പഠിക്കാം. ഈ ചാനൽ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ: ജവഹർലാൽ നെഹ്റു. ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 1947 മുതൽ 1964 വരെയാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ആധുനിക ഇന്ത്യയുടെ ശില്പി, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി അലങ്കരിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, ആധുനിക ഇന്ത്യയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി അലങ്കരിച്ച വ്യക്തി, ഇവരൊക്കെ ജവഹർലാൽ നെഹ്റു ആണ്. ഭാരതരത്ന ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. വർഷം 1955. ഭാരതരത്ന ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. വർഷം 1955. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാനാണ് ജവഹർലാൽ നെഹ്റു. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനം. ഇത്ര പോയിന്റാണ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഈ വീഡിയോയിലുള്ളത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, ആധുനിക ഇന്ത്യയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി അലങ്കരിച്ച വ്യക്തി, ഭാരതരത്ന ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി. വർഷം 1955. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ. അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനം. അടുത്തത് ലാൽ ബഹദൂർ ശാസ്ത്രിയെ കുറിച്ച് പഠിക്കാം. കുറച്ച് പോയിന്റുകളാണ് ഓരോ പ്രധാനമന്ത്രിയുടെയും പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ലാൽ ബഹദൂർ ശാസ്ത്രി 1964 മുതൽ 66 വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ലാൽ ബഹദൂർ ശാസ്ത്രി എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. സമാധാനത്തിന്റെ ആൾരൂപം എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ലാൽ ബഹദൂർ ശാസ്ത്രി. വിദേശത്ത് വെച്ച് അന്തരിച്ച ഒരേയൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഗാന്ധിജിയെ കൂടാതെ ഒക്ടോബർ 2 ജന്മദിനമായ ഇന്ത്യൻ നേതാവാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഗാന്ധിജിയുടെ കൂടാതെ ഒക്ടോബർ 2 ജന്മദിനമായ ഇന്ത്യൻ നേതാവാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുഴക്കിയ നേതാവ് ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ട് ഏതാ? വാരണാസി. ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ട് വാരണാസി. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് വിജയഘട്ട്. ഇത്ര പോയിന്റാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി, ഗാന്ധിജിയുടെ കൂടാതെ ഒക്ടോബർ 2 ജന്മദിനമായ ഇന്ത്യൻ നേതാവ്, പിന്നെ സമാധാനത്തിന്റെ ആൾരൂപം എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി, അന്ത്യവിശ്രമ സ്ഥലം വിജയഘട്ട്, ഇന്റർനാഷണൽ എയർപോർട്ട് ഏതാന്ന് ചോദിച്ചാൽ വാരണാസി, ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുഴക്കിയ നേതാവ്. അടുത്തത് ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പഠിക്കാം. ഇന്ദിരാഗാന്ധി 1966-67 കാലഘട്ടം, പിന്നെ 1980-84 കാലഘട്ടത്തിലെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലെത്തിയ ഏക വനിത. ഇന്ത്യയിലെ പ്രധാനമന്ത്രി പദത്തിലെത്തിയ ഏക വനിത ആരാന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നു. രാജ്യസഭ അംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി. കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ വനിത. അന്ത്യവിശ്രമ സ്ഥലം ശക്തിസ്ഥൽ. അടുത്തത് മൊറാർജി ദേശായി. വർഷം 1977-79 വർഷകാലമാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ധനമന്ത്രിയായിരുന്ന വ്യക്തി. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി. അന്ത്യവിശ്രമ സ്ഥലം അബേഘട്ട്. മൊറാർജി ദേശായി 1977-79 കാലഘട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ധനമന്ത്രിയായിരുന്ന വ്യക്തി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി. അന്ത്യവിശ്രമ സ്ഥലം അബേഘട്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി. അടുത്തത് ചരൺ സിംഗ്. വർഷം 1979 മുതൽ 80 കാലഘട്ടം. ഏറ്റവും കുറച്ചു കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ചരൺ സിംഗ്. പാർലമെന്റിനെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി. അന്ത്യവിശ്രമ സ്ഥലം കിസാൻഘട്ട്. അടുത്തത് രാജീവ് ഗാന്ധിനെ കുറിച്ച് പഠിക്കാം. രാജീവ് ഗാന്ധി വർഷം 1984-89. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധിയാണ്. ഏറ്റവും പ്രായം കൂടിയത് മൊറാർജി ദേശായി. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി പദത്തിലിരുന്ന ശേഷം വധിക്കപ്പെട്ട രണ്ടാമത്തെ പ്രധാനമന്ത്രി. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി. അന്ത്യവിശ്രമ സ്ഥലം വീർഭൂമി. അടുത്തത് വി പി സിംഗ്. 1989 മുതൽ 90 വരെയാണ് കാലഘട്ടം. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വി പി സിംഗ്. രാജകുടുംബത്തിൽ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ആരാന്ന് ചോദിച്ചാൽ വി പി സിംഗ്. 1989 മുതൽ 90. അന്ത്യവിശ്രമ സ്ഥലം ജനായക് സ്ഥൽ. അടുത്തത് പി വി നരസിംഹറാവു. 1991-96 കാലഘട്ടം. ഇന്ത്യൻ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി. കാലാവധി പൂർത്തിയാക്കിയ ശേഷം നെഹ്റു കുടുംബം അംഗമല്ലാത്ത ആദ്യ പ്രധാനമന്ത്രി. അന്ത്യവിശ്രമ സ്ഥലം ബുദ്ധപൂർണിമ പാർക്ക്. അടുത്തത് എ ബി വാജ്പേയി. 1996, 98, 99, 2004 കാലഘട്ടം. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കോൺഗ്രസേതര പ്രധാനമന്ത്രിയാണ് എ ബി വാജ്പേയി. രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വം ഇല്ലാതിരുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. അന്ത്യവിശ്രമ സ്ഥലം രാഷ്ട്രീയ സ്മൃതി സ്ഥൽ. അടുത്തതാണ് എച്ച് ഡി ദേവഗൗഡ. 1996-97 കാലഘട്ടം. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് എച്ച് ഡി ദേവഗൗഡ. ജനതാദൾ സെക്യുലർ സ്ഥാപകനായി അറിയപ്പെടുന്ന പ്രധാനമന്ത്രി. അടുത്തത് ഐ കെ ഗുജ്റാൾ. 1997-98 കാലഘട്ടം. റഷ്യയിൽ ഇന്ത്യൻ അംബാസിഡറായിരുന്ന ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷിക സമയത്തെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികം സമയത്തെ പ്രധാനമന്ത്രി ആര്? ഐ കെ ഗുജ്റാൾ. അടുത്തത് ഡോക്ടർ മൻമോഹൻ സിംഗ്. 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടം. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രി പദത്തിലെത്തിയ ഏക വ്യക്തി. ലോക്സഭയിൽ ഒരിക്കൽ പോലും അംഗമായിട്ടില്ലാത്ത പ്രധാനമന്ത്രി. അന്ത്യവിശ്രമ സ്ഥലം നിഗംബോധ്ഘട്ട്. അടുത്തത് നരേന്ദ്രമോദി. 2014-2025
2014 മുതൽ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയുടെ 15ാമത്തെ വ്യക്തി. ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന 15ാമത്തെ വ്യക്തി. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇത്രയാണ് പ്രധാനമന്ത്രിമാരെ കുറിച്ചുള്ള ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.